രായ ധനുഷ് നായകനായി സംവിധാനം ചെയ്ത സിനിമ. ധനുഷിന് പറ്റിയ പണിയല്ല സംവിധാനം എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ തിരക്കഥ എഴുതിയതും ധനുഷാണെന്നാണ് പറയുന്നത്. വളരെ മോശം അനുഭവമായിരുന്നു എനിക്ക് ഈ സിനിമ തന്നത്. ദുർബലമായ തിരക്കഥയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുന്നത്. AR റഹ്മാൻ്റെ മ്യൂസിക് സിനിമയ്ക്ക് ഇടയ്ക്കൊക്കെ ജീവൻ നൽകുന്നുണ്ടെങ്കിൽ പോലും തിരക്കഥയിലെ ദൗർബല്യം ആ മ്യൂസിക്കിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിലോ അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിലോ പറ്റിയിട്ടില്ല. കഥ എഴുതുമ്പോഴത്തേക്ക് സാധാരണക്കാർക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ എഴുതണമായിരുന്നു. ആ രീതിയിൽ വൻ പരാജയമാണ് ഈ സിനിമ. ഒരു സഹോദരനും സഹോദരൻ്റെ 3 സഹോദരങ്ങളും അവർ 4 സഹോദരങ്ങൾ കൊച്ചിയിലെ തന്നെ നാട് വിട്ട് പോകുന്നതും മറ്റൊരു സ്ഥലത്തെത്തുന്നതും അവിടെ വെച്ച് ഉണ്ടാകുന്ന സംഭവങ്ങൾ, അവിടെ ഉണ്ടാകുന്ന ഒരു ഗ്യാങ് വാർ, ആ ഗ്യാങ് വാറിൽ 2 വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ സാധാരണക്കാരായിട്ടുള്ള ഈ കുടുംബം അതിൻ്റെ അകത്ത് ചെന്നപ്പെടുന്നു. പിന്നെ പോലീസുണ്ട്. പ്രകാശ് രാജാണ് പോലീസ് റോളിൽ വരുന്നത്. പ്രകാശ് രാജ് സ്ഥിരം ശൈലിയിലുള്ള ഒരു വേഷമാണ് ചെയ്തത്. അപ്പോൾ നല്ല മികച്ച രീതിയിൽ തന്നെ പ്രകാശ് രാജ് ചെയ്തിട്ടുണ്ട്. പിന്നെ രായനായിട്ട് ധനുഷാണ് വരുന്നത്. ധനുഷിൻ്റെ കഥാപാത്രം വളരെ മികച്ചൊരു കഥാപാത്രമാണ്. 50ാമത്തെ സിനിമ, ആക്ഷനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അതൊക്കെ ധനുഷ് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പല സിനിമയിലും ചെയ്യുന്ന കോളേജ് ബോയ്, പിന്നെ ആ ഒരു ലെവലൊന്നുമില്ല, നേരെ പ്രായമായിട്ടുള്ള ആ കഥാപാത്രമായിട്ട് തന്നെയാണ് ധനുഷ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ജാതീയത, ധനുഷിൻ്റെ കുറേ പടങ്ങളിൽ ജാതിയെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പടത്തിൽ ആ ജാതീയത ഇല്ലായിരുന്നു. കാര്യം അല്ലെങ്കിൽ നമുക്ക് തുടർച്ചയായിട്ട് കാണുമ്പോഴത്തേക്ക് നമുക്ക് ബോറടിക്കും. ആ ഒരു ബോറടിയൊന്നും ഇതിൻ്റെ അകത്തില്ലായിരുന്നു. കഥാപരിസരം നല്ല രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ധനുഷിൻ്റെ സഹോദരനായ സെൽവരാഘവൻ ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ശേഖരണ്ണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു. ദൂസര വിജയൻ ആണ് ധനുഷിൻ്റെ സഹോദരി പൂജയായിട്ട് വരുന്നത്. അപ്പോൾ ദൂസരയുടെ കഥാപാത്രം സഹോദരനോടൊപ്പം ഏത് കാര്യത്തിലും കൂടെ നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ്. തങ്കച്ചിപ്പാസം നല്ല രീതിയിൽ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. തമിഴ് മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ തങ്കച്ചിപ്പാസം. അത് കണക്റ്റ് ആക്കുന്നതിൽ വിജയിച്ചു. ധനുഷും ദൂസരയുമായിട്ടുള്ള ആ രംഗങ്ങളെല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ബാക്കി 2 സഹോദരന്മാരായിട്ട് ഒന്ന് സുദീപ് കിഷനാണ് വരുന്നത്, പിന്നെ ഒന്ന് വരുന്നത് കാളിദാസ് ജയറാമാണ്. അപ്പോൾ ഇവർ 2 പേരുമായിട്ടുള്ള ആ ബന്ധം, ചേട്ടനും ഈ 2 സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ഒരു പിടിയുമില്ലാത്ത ലെവലിലാണ് പോയത്. പ്രത്യേകിച്ച് 2ാം പകുതിയിലൊക്കെ ആയപ്പോഴത്തേക്ക് ഇവർ തമ്മിലുള്ള ബന്ധമൊക്കെ ഏത് ലെവലിലാണ് പോകുന്നത്, നമുക്ക് വളരെയധികം നിരാശ തന്ന ഒരു തിരക്കഥയായിരുന്നു 2ാം പകുതിയിൽ വന്നുകൊണ്ടിരുന്നത്. ഒരു രീതിയിലും കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരുടെ എല്ലാം പെർഫോമൻസ് മികച്ചതായിരുന്നു. എല്ലാവരും, കാളിദാസിൻ്റെ ആയാലും സുദീപിൻ്റെ ആയാലും ഇവരുടെ എല്ലാം പെർഫോമൻസ് വളരെ മികച്ച രീതിയിലായിരുന്നു. അവർ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് തിരക്കഥയുടെ ദുർബലതയെ നമുക്ക് ഒരു വിധത്തിൽ മാറ്റാൻ പറ്റും ഈ ഒരു പെർഫോമൻസ് വഴി. പക്ഷേ നമുക്ക് മൊത്തത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് എന്താ ഇവിടെ നടക്കുന്നത്, ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ എന്താ ഇവിടെ നടക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടാത്തൊരവസ്ഥയാണ്. എസ് ജെ സൂര്യയാണ് ഇതിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്, പ്രധാനപ്പെട്ട വില്ലനായിട്ട് വരുന്നത്. എസ് ജെ സൂര്യയുടെ കഥാപാത്രം വളരെ ഗംഭീരമായിട്ട് തന്നെ ആസ് യൂഷ്വൽ അയാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ക്ലൈമാക്സിലാകുമ്പോഴത്തേക്ക് എസ് ജെ സൂര്യയൊക്കെ പെട്ടെന്ന് അങ്ങ് തീർത്താക്കി കളയുന്ന രീതിയിലാണ് വരുന്നത്. അപർണ ഉണ്ടായ സിനിമയിൽ അപർണയ്ക്ക് കാര്യമായിട്ട് പെർഫോമൻസ് ചെയ്യാറില്ല. കുറച്ച് രംഗത്തിൽ വന്നു പോകുന്നു, ഒരു ഗാനരംഗത്തിൽ അഭിനയിക്കുന്നു പോകുന്നു. ആ ലെവലിൽ ഉള്ളൊരു കഥാപാത്രമാണ് അപർണയുടേത്. മൊത്തത്തിൽ പെർഫോമൻസ് എല്ലാവരുടെയും മികച്ചതായിരുന്നെങ്കിൽ പോലും തിരക്കഥയിലെ ദൗർബല്യം തന്നെയാണ് ഈ സിനിമയെ ഏറ്റവും അധികം നെഗറ്റീവ് ആയി കാണുന്നത്. യാതൊരു രീതിയിലും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെ തിയേറ്ററിലൊരു സിനിമ കാണുമ്പോൾ പിടിച്ചിരുത്തണ്ടേ, ഇതിൽ ആ രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല. ധനുഷിൻ്റെ 50ാമത്തെ സിനിമയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പോകുന്നത്. പുള്ളി ആ രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു തിരക്കഥ എഴുതിയിട്ട് പുള്ളി അത് വായിച്ചു നോക്കിയിട്ടാണ് അഭിനയിച്ചെന്നുള്ള ഒരു നമുക്ക് സംശയിക്കേണ്ടുന്ന രീതിയിലാണ് പുള്ളി അത് ചെയ്തിരിക്കുന്നത്. അതൊന്നും ആൾക്കാർക്ക്, സാധാരണക്കാർക്ക് ഒരു വിധത്തിലും കണക്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് പുള്ളിക്കറിയാം. പിന്നെ എന്തുകൊണ്ട് പുള്ളി അത് ചെയ്തു എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള വയലൻസാണ്. വയലൻസൊക്കെ എക്സ്ട്രീം ലെവലിലുള്ള വയലൻസാണ് കാണിച്ചിരിക്കുന്നത്. അതൊക്കെ മികച്ച രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വയലൻസിന് അതിന് കണക്ട് ചെയ്യുന്ന കാരണങ്ങളും എല്ലാം ഉണ്ട്. എങ്കിൽ പോലും ആ തിരക്കഥയുടെ പോരായ്മ പലയിടത്തായിട്ട് മുഴച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓം പ്രകാശാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഓം പ്രകാശ് വലിയ തരക്കേടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി നമുക്ക് കാണുമ്പോഴത്തേക്കും നമ്മളെ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ട്. ഈ സിനിമയുടെ ജീവൻ എന്ന് പറയുന്നത് ഉഷിരെ എന്ന് പറയുന്ന പാട്ട്, അതിപ്പോൾ സൂപ്പർ ഹിറ്റാണ്. റീലുകളിലൊക്കെ ഇപ്പോൾ നമ്മൾ സ്ഥിരം കാണുന്ന പാട്ടാണ്. AR റഹ്മാൻ എന്തുകൊണ്ടാണ് നമ്മൾ മാസ്റ്റർ എന്ന് വിളിക്കുന്നത് എന്ന് നമുക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആ സിനിമയെ പിടിച്ചു നിർത്താൻ AR റഹ്മാന് തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുമുണ്ട്. അത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ സിനിമയുടെ ഒരു പോസിറ്റീവ് തന്നെ AR റഹ്മാനാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ധനുഷിനെ പോലെ ഒരു നടനിൽ നിന്ന് ഇതിന് മികച്ച പെർഫോമൻസാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ പെർഫോമൻസ് തരുന്നതിൽ ധനുഷ് വൻ പരാജയമായി പോയി ഈ സിനിമയിൽ. തീർച്ചയായിട്ടും മികച്ച ഒരു പെർഫോമൻസുമായി അദ്ദേഹം തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു.
അടുത്ത ഒരു സിനിമയുടെ വിശേഷങ്ങൾ പറയാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം.